ഇതൊരു അനുഭവമാണ്. ഞാൻ ICUവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില പേഷ്യൻസിനെ വെന്റിലേറ്ററിലും കൂടാതെ സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തി ട്രീറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഓരോ പേഷ്യൻസിനെയും കണ്ടീഷൻ അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ രോഗി പൂർണ്ണമായും അബോധാവസ്ഥയിലാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ രോഗി എത്രത്തോളം കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നെന്ന് എല്ലായ്പ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. ഒരിക്കൽ വെന്റിലേറ്ററിലായിരുന്ന ഒരു രോഗിയെ ഞങ്ങൾ പരിചരിക്കുമ്പോൾ ആ രോഗി ആഴത്തിലുള്ള സെഡേഷനിലായിരുന്നു. കണ്ണു തുറക്കുന്നില്ല, സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്നാൽ പരിചരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് അദ്ദേഹത്തോട് ശാന്തമായി നിരന്തരം സംസാരിക്കുമായിരുന്നു. പേടിക്കേണ്ട, നിങ്ങൾ ICUവിലാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, എല്ലാം ശരിയാകും. ഇതായിരുന്നു നിരന്തരമായിട്ടുള്ള ആ സ്റ്റാഫിൻ്റെ വാക്കുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ രോഗി എക്സ്റ്റുബേറ്റ് ചെയ്യുകയും ബോധം പൂർണ്ണമായി വീണ്ടെടുത്തപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് അദ്ദേഹത്തോട് ചോദിച്ചു, ICUവിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന്. അദ്ദേഹം കുറച്ചു നേരം നിശബ്ദനായി ഇരുന്നിട്ട് പറഞ്ഞു, എല്ലാം ഓർമ്മയില്ല, പക്ഷെ ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് കണ്ണു തുറക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ല, പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. ആ രോഗിയുടെ വാക്കുകൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു ICUവിൽ ഒരു രോഗി പ്രതികരിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവരിലേക്ക് എത്തുന്നില്ല എന്ന് കരുതരുത്. ഏതെങ്കിലും സെഡേഷനുള്ള രോഗികളോട് സ്നേഹത്തോടു കൂടി തന്നെ സംസാരിക്കുക. എങ്ങനെയാണോ നിങ്ങൾ ഒരു കോൺഷ്യസ് പേഷ്യൻ്റിലേക്ക് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സംസാരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, അവരെ ആശ്വസിപ്പിക്കുക. കാരണം ഒരിക്കൽ അവർ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ അവർ ഓർത്തിരിക്കാം. താങ്ക് യു.